സോ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെയാണ് പോയി കണ്ടത്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ഒരു മാർവൽ മൂവി തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ അതിൻ്റേതായ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോയി കണ്ടത്. ട്രെയിലർ കണ്ടപ്പോൾ വലിയ ബോറ് തോന്നിയില്ല. പക്ഷേ തിയേറ്ററിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് എ ബ്ലഡി ഡിസപ്പോയിൻമെൻറ്റ്. പറയാതെ വയ്യ. സെയിം ഓൾ ഷിറ്റ്. മുമ്പ് മാർവൽ എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ തന്നെ. കോമഡിയൊക്കെ എൻ്റെ പൊന്നേ, മിനിറ്റിന് ചവർ കോമഡി, ചളി കോമഡി. പണ്ടെങ്ങാനോ ചെയ്തിട്ടുള്ള കോമഡിയൊക്കെ ഇപ്പോഴും കൊണ്ട് വന്നിട്ട് നമ്മൾ ചിരിക്കണം അതിന്. പിന്നെ ആന്റണി മാക്കി, നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക, പുള്ളിനെ കൊണ്ട് പറ്റുന്നില്ല ഒറ്റയ്ക്കൊരു മൂവി സ്വന്തം ചുമലിൽ കൊണ്ടുപോകാന്ന് പറയുകയാണെങ്കിൽ അത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അത് പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ പുള്ളിക്ക് അത് പറ്റുന്നില്ല. പുള്ളിക്ക് അതിനുള്ള ഒരു സ്റ്റാർ വാല്യൂവും അതിനുള്ള ഒരു ക്വാളിറ്റീസ് ഒന്നും ഇല്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ പുള്ളി ഫാൽക്കണായിട്ട് തന്നെ റിമൈൻ ചെയ്യണമായിരുന്നു. പുതിയ ക്യാപ്റ്റൻ അമേരിക്ക വേറെ ഒരു ന്യൂ ഫേസിന് കൊടുക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയാണ്. ഇത് ഇപ്പോൾ ഫാൽക്കണും പോയി, ഈ ക്യാപ്റ്റൻ അമേരിക്കയും പോയി എന്നുള്ള അവസ്ഥയായി. ഇപ്പോൾ രണ്ടും പോയി. പുതിയ ഒരുത്തനെ ഫാൽക്കണായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഈ സിനിമയിൽ. അവനൊക്കെ തന്നെയാണ് ഈ ചളി കോമഡിയുടെ ആള്. ഒരു സുഖമില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ചെറി ബ്ലോസം ട്രീ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എൻ്റെ പൊന്നെ, ഇവരെന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോർ ഷാഡോയിങ് ആണോ എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും ഈ വൈറ്റ് ഹൗസിൻ്റെ അവിടെയും അതിൻ്റെ ചുറ്റുവട്ടത്തും വാഷിങ്ടൺ DC മൊത്തം ഇവന്മാർ ചെറി ബ്ലോസം ട്രീ കൊണ്ട് നിറച്ചിരിക്കാൻ തോന്നുന്നു. അമ്മാതിരി അവസ്ഥ. ഫുള്ള് അവസാനം നമ്മുടെ മെയിൻ സീരിയസ് ഫൈറ്റ് നടക്കുന്നത് ഈ ചെറി ബ്ലോസം ട്രീസിൻ്റെ ഒക്കെ അടുത്തൂടെയാണ്. ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ വെക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി ഒരു ഫൈറ്റ് വെച്ചിരിക്കുന്നത്. എന്തെന്നാണ് ഇവർ കാണിക്കുന്നത്? ഒരു ഐഡിയ ഇല്ല കേട്ടാ. മാർവൽ, ഈസ് ദിസ് ദി എൻഡ് ഓഫ് മാർവൽ? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. കാരണം എൻഡ് ഗെയിമിന് ശേഷം ഇവർക്ക് തുടരെ പരാജയങ്ങളാണ്, വൺ ആഫ്റ്റർ ദി അതർ. അതൊന്ന് റീഇൻവെൻറ്റ് ചെയ്യാൻ അവർ നോക്കുന്നുമില്ല. ചെറിയ ചില ഷോസ്, വാണ്ടവിഷനും മറ്റേ ലോക്കിയുടെ ഷോ ഒക്കെ ഒഴികെ ബാക്കി എല്ലാം അട്ടർ ഫ്ലോപ്പാണ്. പിന്നെ ഈ ലോക്കിയുടെയും വാണ്ടവിഷൻ്റെ ഒക്കെ ഷോസ് ആണെന്ന് പറയാം. ഒരു തിയേറ്ററിക്കൽ ഹിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അമ്മാതിരി ഫ്ലോപ്പ് ആഫ്റ്റർ ഫ്ലോപ്പ്. പണ്ടൊക്കെ മാർവൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. പിന്നെ യൂഷ്വലി എൻ ക്രെഡിറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ ഹോപ്പ് ഉണ്ടാവും, അടുത്ത മൂവിയെങ്കിലും നന്നാവും എന്നുള്ളത്. അതിനു വേണ്ടി എൻ ക്രെഡിറ്റ്സ് മൊത്തം ഇരുന്ന് കണ്ട് 5 മിനിറ്റ് എങ്ങാണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവരും തിയേറ്റർ വിട്ട് ഇറങ്ങാണ്ട്, ഇത്രയും കൂതറ പടമായിട്ട് പോലും തിയേറ്റർ വിട്ട് ഇറങ്ങാണ്ട് ആ എൻ ക്രെഡിറ്റ്സും വെയിറ്റ് ചെയ്ത് നിന്ന് അവസാനം വന്നത് എന്താ, ഒരുമാതിരി മറ്റേടത്തെ സീനും തനി കൂതറ എൻ ക്രെഡിറ്റ് സീനായി പോയി. സെയിം ആന്റണി മാക്കി ഒരുത്തനും കൂടെ 2 ഡയലോഗ് അടിക്കുന്നതാണ് അവന്മാരുടെ എൻ ക്രെഡിറ്റ് സീൻ. അപ്പോൾ അപ്കമിങ് മൂവീസിലേക്കുള്ള ഒരു ഹോപ്പ് പോലും തരാൻ ഈ മൂവിക്ക് പറ്റിയില്ല. മൊത്തം പറഞ്ഞാൽ ടൈം വേസ്റ്റായി എന്നല്ലാതെ വേറെ ഗുണമൊന്നും ഈ പടം കൊണ്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ പടം വർക്കായില്ല. നിങ്ങൾക്ക് പടം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻസ് പറയാൻ മറക്കല്ല. അപ്പം ശരി, ഞാൻ അടുത്ത പടം കണ്ടുവെച്ചും വരാം. ഓൾ റൈറ്റ്.